വെൽക്കം ടു ദി ചാനൽ മൈ ക്ലാസ് റൂം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PSCയുടെ 10th ലെവൽ മെയിൻസ് എക്സാമിന് വരാവുന്ന ജനറൽ നോളജിൽ നിന്നുള്ള ഏതാനും ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്ത്? ഓപ്ഷൻസ് വായിക്കാം. വുഡ്സ് ഡെസ്പാച്ച്, മെക്കാളെ മിനിറ്റ്സ്, ദേശീയ വിദ്യാഭ്യാസ നിയമം, ചാർട്ടർ ആക്ട്. ഇവയിലേതാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത്? ഉത്തരം വുഡ്സ് ഡെസ്പാച്ച് ആണ്. 1854 വുഡ്സ് ഡെസ്പാച്ച് ആണ് ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ ആധുനിക സർവകലാശാല സ്ഥാപിക്കപ്പെട്ടത് 1857 ജനുവരിയിൽ കൊൽക്കത്തയിലാണ്. ഏഷ്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ആണെങ്കിൽ 1835 നിലവിൽ വന്നത് കൊൽക്കത്തയിലാണ്. അടുത്ത ചോദ്യം നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? BR അംബേദ്കർ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഡോക്ടർ S രാധാകൃഷ്ണൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന നവംബർ 11 മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ്. അധ്യാപക ദിനമായി ആചരിക്കുന്ന സെപ്റ്റംബർ 5 ഡോക്ടർ S രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ്. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? 9ാം പഞ്ചവത്സര പദ്ധതി, 4ാം പഞ്ചവത്സര പദ്ധതി, 5ാം പഞ്ചവത്സര പദ്ധതി, 11ാം പഞ്ചവത്സര പദ്ധതി. ശരിയായ ഉത്തരം 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്നത് 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനായിരുന്നു ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. 1948 നിയമിക്കപ്പെട്ട രാധാകൃഷ്ണൻ കമ്മീഷനാണ് UGCയുടെ രൂപവൽക്കരണം ശുപാർശ ചെയ്തത്. 10+2+3 മാതൃകയിലുള്ള സ്കൂൾ വിദ്യാഭ്യാസ മാതൃക ശുപാർശ ചെയ്തതാകട്ടെ കോത്താരി കമ്മീഷനാണ് 1966. അടുത്ത ചോദ്യം നോക്കാം. സമാധാനത്തിൻ്റെ മനുഷ്യൻ എന്നറിയപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? സമാധാനത്തിൻ്റെ മനുഷ്യൻ എന്നറിയപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി, ജവഹർലാൽ നെഹ്റു, ചരൺ സിംഗ്, മൊറാർജി ദേശായി. ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഇന്ത്യയുടെ 2ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി. ഹരിത വിപ്ലവം, ധവള വിപ്ലവം എന്നിവയുടെ മുന്നേറ്റത്തിൽ ചുക്കാൻ പിടിച്ച പ്രധാനമന്ത്രിയും ലാൽ ബഹദൂർ ശാസ്ത്രിയായിരുന്നു. അടുത്ത ചോദ്യം. സിന്ധു നദീജല കരാറിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ചത് എന്ന്? ഓപ്ഷൻസ് വായിക്കാം. 1960, 1981, 1965, 1983. ഉത്തരം 1960 ആണ്. 1960 സെപ്റ്റംബർ 19 കറാച്ചിയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത്. പ്രാബല്യത്തിൽ വന്നത് 1960 ഏപ്രിൽ 1 സിന്ധു നദീജല കരാറിൽ ഒപ്പിട്ട ഭരണാധികാരികൾ ജവഹർലാൽ നെഹ്റു, അയൂബ് ഖാൻ എന്നിവരാണ്. അടുത്ത ചോദ്യം. ഇന്ത്യ ഏത് അയൽരാജ്യവുമായാണ് പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത്? ഏത് അയൽരാജ്യവുമായാണ് ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത്? ഓപ്ഷൻസ് ചൈന, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ. ഉത്തരം ചൈനയാണ്. പഞ്ചശീല തത്വങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ചൗ എൻ ലായിയാണ്. സമാധാനത്തോടെയുള്ള സഹവർത്തിത്വമാണ് പഞ്ചശീല തത്വങ്ങൾ ലക്ഷ്യമിട്ടത്. പഞ്ചശീല കരാർ ഒപ്പുവെച്ചത് 1954 ഏപ്രിൽ 29 ഒപ്പുവെച്ച നേതാക്കന്മാർ ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായ് എന്നിവരുമാണ്. അടുത്ത ചോദ്യം. സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏത്?
ഏത് ഇന്ത്യൻ നഗരമാണ് സിറ്റി ഓഫ് ജോയ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? കൊൽക്കത്ത, ബാംഗ്ലൂർ, മുംബൈ, ഡൽഹി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ തുടർന്ന് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബിനടുത്തുള്ള ബെൽ ഐക്കണിൽ അമർത്തുക. ഉത്തരം കൊൽക്കത്തയാണ്. അതുപോലെ ബ്യൂട്ടിഫുൾ സിറ്റി എന്നറിയപ്പെടുന്നത് ചണ്ഡീഗഡ് ആണ്. കിഴക്കിൻ്റെ ആഥൻസ് എന്നറിയപ്പെടുന്നത് മധുര. ഇന്ത്യയുടെ സൈക്കിൾ നഗരം എന്നറിയപ്പെടുന്നത് ലുധിയാന. കത്തീഡ്രൽ സിറ്റി എന്നറിയപ്പെടുന്നത് ഭുവനേശ്വർ. 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏത്? 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏത്? ബംഗളൂരു, മുംബൈ, സൂററ്റ്, അലഹബാദ്. ഉത്തരം മുംബൈയാണ്. 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്ന നഗരവും മുംബൈ തന്നെയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനവും മുംബൈയാണ്. ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്ന നഗരവും ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനവും മുംബൈയാണ്. ഇന്ത്യയുടെ സിലിക്കൺ വാലി ബംഗളൂരു, പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് ജയ്പൂർ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ബാങ്കിംഗ് തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏത്? പൂനെ, ചെന്നൈ, മുംബൈ, ഡൽഹി. ഇന്ത്യയുടെ ബാങ്കിംഗ് തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ചെന്നൈയാണ്. ദക്ഷിണേന്ത്യയുടെ പ്രവേശന കവാടം, ഇന്ത്യയുടെ ഹെൽത്ത് ക്യാപിറ്റൽ, ഫ്ലൈ ഓവറുകളുടെ നഗരം എന്നിങ്ങനെയും ചെന്നൈ അറിയപ്പെടുന്നു. മദ്രാസിനെ ചെന്നൈ എന്ന് പുനർനാമകരണം ചെയ്തത് 1996 അടുത്ത ചോദ്യം, ലിറ്റിൽ നാസ എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശം ഏത്? ബനാറസ്, ധർമ്മശാല, അലഹബാദ്, ഭുവനേശ്വർ. ലിറ്റിൽ നാസ എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശം ധർമ്മശാലയാണ്. ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്ന പ്രദേശം ലഡാക്കാണ്. ഇന്ത്യയുടെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്നത് പൂനെ. പെൻഷനേഴ്സ് പാരഡൈസ് എന്നറിയപ്പെടുന്ന നഗരം ബംഗളൂരു ആണ്. 10th ലെവൽ മെയിൻസ് എക്സാമിന് വരാവുന്ന GKയിൽ നിന്നുള്ള ഏതാനും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.